ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്കോളേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൈക്യാട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. എയിംസ്, നോർസെറ്റ്, ജിപ്മർ, RRB പോലെയുള്ള എക്സാംസിനും ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് തിയറി എക്സ്പ്ലെയിൻഡ് വെൽ അബൌട്ട് ഡിഫൻസ് മെക്കാനിസം? എ സൈക്കോസെക്ഷൽ തിയറി, ബി സൈക്കോ അനലിറ്റിക്കൽ തിയറി, സി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി, ഡി സൈക്കോ സോഷ്യൽ തിയറി. ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് ഏത് തിയറിയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കാം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സൈക്കോ അനലിറ്റിക് തിയറി. നമ്മളെ പേഴ്സണാലിറ്റിക്ക് 3 പാർട്ടാണുള്ളത്. ഓക്കെ, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇതിൽ ഇഡ് എന്ന് പറയുന്നത് നമ്മളെ പ്രിമിറ്റീവ് ഫീച്ചേഴ്സ് ആണ്. ഇത് ബേസ്ഡ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ആണ് ഇത് ഡെവലപ്ഡ് ആവുന്നത്. ഈഗോ എന്ന് പറയുന്നത് നമ്മളെ ഒരു ഏജ് 2 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇത് ഡെവലപ്ഡ് ആവുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഡെവലപ്സ് അറൌണ്ട് ദ ഏജ് ഓഫ് 5. ഇറ്റ്സ് അവർ ഇന്റേണൽ മൊറാലിറ്റി പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് സൂപ്പർ ഈഗോ. ഇത് മെയിൻ ആയിട്ട് നമ്മൾ സെയിം സെക്സ് പാരന്റ്സിന് അടുത്തുനിന്നാണ് നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നത്. അപ്പം ഇഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിമിറ്റീവ് ഫീച്ചർ ആണ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ നമ്മളെ മോറൽ ഫീച്ചേഴ്സ് ആണ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ എപ്പോഴും നമ്മളെ ഒരു പേഴ്സണാലിറ്റി ഇഡിന്റെയും സൂപ്പർ ഈഗോയുടെയും ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഇഡ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആണെന്ന് പറഞ്ഞു, ബേസിക് ആയിട്ടുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള നാച്ചർ ആണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ മൊറാലിറ്റി ആണ്. അപ്പം ഈ ഒരു ഇഡിന്റെയും അതുപോലെ തന്നെ സൂപ്പർ ഈഗോയുടെയും ഇടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും അല്ലെ. ഈ ഒരു കോൺഫ്ലിക്ട്സുകൾ റെഡ്യൂസ് ചെയ്യുന്നത് ഈഗോയാണ്. എങ്ങനെയാണ്? ത്രൂ ഡിഫൻസ് മെക്കാനിസം. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുകൊണ്ടാണ് സൈക്കോ അനലിറ്റിക് തിയറിയിലൂടെയാണ് നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡ് മെയിൻ ആയിട്ടും ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഈഗോ വഴിയാണ്, ഈഗോ ആണ് റെഡ്യൂസ് ചെയ്യുന്നത് ഇഡിന്റെയും അതുപോലെ തന്നെ സൂപ്പർ ഈഗോയുടെയും ഇടയിലുള്ള പേഴ്സണാലിറ്റിയെ ത്രൂ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിഫൻസ് മെക്കാനിസം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഇഡ് അല്ലെ. നേരത്തെ പറഞ്ഞു ഇഡ് എന്ന് പറഞ്ഞാൽ പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് അല്ലെ. പ്ലഷറിനെ ബേസ് ചെയ്തിട്ടാണ് ഇഡ് നിൽക്കുന്നത്, നമ്മളെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഇഡ്. അപ്പൊ നമ്മൾ പറയും എപ്പോഴും ഇഡ് ഈസ് ദ ബാഡ് ബോയ് ഓഫ് അവർ സബ് കോൺഷ്യസ് എന്ന് പറയുമ്പം ഇത് നമ്മളെ ഇമ്പൾസീവ് ആയിട്ടുള്ള പാർട്ടാണ്. നമ്മളെ സൈക്കിന്റെ ഒരു അല്ലെങ്കിൽ നമ്മളെ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇതെപ്പോഴും പ്ലഷർ സീക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, എപ്പോഴും സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ആൻഡ് അവോയ്ഡ്സ് പെയിൻ അറ്റ് ഓൾ കോസ്റ്റ് എന്ന് പറയുമ്പം നമ്മളെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഇഡ് എന്ന് പറയുന്ന പാർട്ട് എപ്പോഴും പ്ലഷറിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലെ. പെയിൻ അവരവിടെ അവോയ്ഡ് ചെയ്യുന്നു. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരു സെൽഫിഷ് ആയിട്ടുള്ള പാർട്ടാണിത്. ഡിമാൻഡിങ് നാച്ചർ ആണ്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് യു ദാറ്റ് ഗ്രാബ്സ് ഫോർ ഫുഡ് ആസ് എ ബേബി അല്ലെ. അപ്പം ഒരു ബേബിക്ക് ഫുഡ് എത്ര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു ബേബി ഫുഡിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്നില്ലേ? ആ ഫുഡ് കിട്ടിക്കഴിയുമ്പോഴാണ് ആ ബേബിയുടെ കരച്ചിൽ നിൽക്കുന്നത് അല്ലെ. അതുപോലെയാണ് നമ്മളെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഇഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ടും അത് ഡിസയർ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്ലഷർ സീക്ക് ചെയ്യുക, പെയിൻ അവോയ്ഡ് ചെയ്യുക എന്നാണ് ഇഡ് എന്ന് പറയുന്ന നമ്മളെ പേഴ്സണാലിറ്റിയുടെ പാർട്ട് ചെയ്യുന്നത്. അതുപോലെ സാറ്റിസ്ഫൈ സെക്ഷൽ ഡിസയേഴ്സ് വിത്തൗട്ട് തിങ്കിങ്. അപ്പം ഇഡ് എന്ന് പറയുന്നത് ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള നമ്മളെ ഫീച്ചർ ആണ് പേഴ്സണാലിറ്റിയുടെ. ഒരു നമ്മൾ പറയും നമ്മളെ ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അല്ലെ, പ്ലഷറിന് വേണ്ടിയിട്ട് പ്ലഷർ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പാർട്ടാണ് നമ്മളെ ഇഡ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇഡ് എന്ന് പറയുന്ന പ്രിമിറ്റീവ് ഫീച്ചേഴ്സ് ആണ് ബേസ്ഡ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അയാൾ വളരെയധികം അയാൾക്ക് മടി തോന്നി, ലേസി ആണ് അല്ലെ. അപ്പൊ അയാൾ പറയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ലേസിനെസ് ഫീൽ ചെയ്യുന്നു, ഞാൻ കുറച്ചു നേരം റിലാക്സ് ചെയ്യട്ടെ അല്ലെ. അപ്പൊ നമ്മളൊരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഓപ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ വേണ്ടാന്ന് വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ അല്ലെ ഇവിടെ ഒരു റീസൺ അവർ കണ്ടെത്തുകയാണ്. ഐ വാണ്ട് ടു സ്കിപ്പ് മൈ വർക്കൗട്ട് ബിക്കോസ് ഐ ഫീൽ ലേസി, ഐ വാണ്ട് ടു റിലാക്സ് അല്ലെ. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, അവർ ആ ഒരു എഫേർട്ട് എടുക്കാൻ വേണ്ടി തയ്യാറല്ല, അവരെന്താണ് അവോയ്ഡ് ചെയ്യാണ് അല്ലെ. ആ ഒരു ഡിസ്കംഫേർട്ട് എക്സസൈസ് എന്ന് പറയുന്ന ഒരു ഡിസ്കംഫർട്ട് അവർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അല്ലെ. അവർ റിലാക്സേഷൻ ചെയ്യുന്ന വഴി അവർക്കൊരു പ്ലഷർ കിട്ടുന്നു. അപ്പൊ ഇവിടെ പ്ലഷർ ആണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്.
അപ്പം നമ്മളെ പേഴ്സണാലിറ്റിയുടെ ഇഡ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും പ്ലഷറിനാണ് അവിടെ മുൻതൂക്കം കൊടുക്കുന്നത്, അവോയ്ഡ് ഡിസ്കംഫർട്ട് ആൻഡ് പെയിന്. അതുകൊണ്ട് അതിനൊരു എക്സാമ്പിൾ ആണ്, ഞാൻ വർക്കൗട്ട് ഇപ്പൊ ചെയ്യുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുന്നു, ഞാൻ കുറച്ചു നേരം റിലാക്സ് ചെയ്യട്ടെ എന്ന് പറയുന്നത് ഇഡിന്റെ എക്സാമ്പിൾ ആണ്. അടുത്തതാണ് ഈഗോ. ഈഗോനെ നമ്മൾ പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്നാണ്, അല്ലെ? അപ്പൊ നമ്മളെ ഈഗോ എന്ന് പറയുന്നത് രണ്ട് എൻറ്റൈറ്റീസിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. ഇഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന രണ്ട് എക്സ്ട്രീം ലെവൽസിന്റെ ഇടയിൽ നിൽക്കുന്ന ആളാണ് ഈഗോ എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പേഴ്സണാലിറ്റിയുടെ ഈഗോയാണ് ഈ രണ്ട് എൻറ്റൈറ്റീസിനെയും, അതായത് ഇഡ് എന്ന് പറയുന്ന നമ്മളെ ബിഹേവിയറിനെയും സൂപ്പർ ഈഗോ എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയുടെ പാർട്ടിനെയും സ്ട്രഗിൾ ചെയ്ത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഡിസിഷൻസ് എടുക്കുന്നതും, അല്ലെ? ഡാമേജസ് ഒന്നും വരാതെ, മറ്റ് ഡാമേജസ് ഒന്നും വരാതെ ഡിസിഷൻ എടുക്കുന്നത് ഈഗോ എന്ന് പറയുന്ന നമ്മളെ പേഴ്സണാലിറ്റിയുടെ പാർട്ടാണ്. ഇറ്റ്സ് ലൈക്ക് എ വെൽ മൈൻഡഡ് അഡൾട്ട് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു ചിൽഡ്രൻ വാണ്ടിങ് ടു ഓവർത്രോ ഈച്ച് അതർ. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അയാൾക്ക് നല്ല ക്ഷീണമുണ്ട്, പക്ഷെ അയാൾ പറയാണ് ഐ ക്യാൻ ഡു എ ഷോർട്ടർ വർക്കൗട്ട് ടുഡേ ആൻഡ് മേക്ക് അപ്പ് ഫോർ ഇറ്റ് വിത്ത് എ ലോങ്ങർ സെഷൻ ടുമോറോ, അല്ലെ? അപ്പം എന്താണ് അവർ ചിന്തിക്കുന്നത്? ഇപ്പൊ നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നു, അല്ലെ? കംപ്ലീറ്റ് ആയിട്ട് അവരോട് ആ ഒരു വർക്കൗട്ട് നിർത്തുന്നില്ല. അവർക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ ഇട്ടിൽ പറഞ്ഞ പോലെ, ഇട്ടാണെങ്കിൽ എന്ത് ചെയ്യും? ക്ഷീണമാണ്, അപ്പൊ തന്നെ അവരവിടെ വർക്കൗട്ട് നിർത്തുന്നു, അവർ റെസ്റ്റ് എടുക്കാൻ പോകുന്നു. ഈഗോയില് വർക്കൗട്ട് എന്ന് കുറച്ച് ചെയ്യാം, അല്ലെ? എന്നിട്ട് നാളെ കുറച്ചും കൂടെ ലോങ്ങർ ആയിട്ടുള്ള ഒരു സെഷൻ ചെയ്യാമാണ് എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ നാളെ അവർ ചെയ്യും ബാക്കി, അല്ലെ? പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അവരവിടെ വർക്കൗട്ട് നിർത്തുന്നില്ല. കാരണം എന്താണ്? അവർക്ക് ഇന്ന് ക്ഷീണമാണെന്നുള്ള ഒരു റിയാലിറ്റിയെ അവർ ഉൾക്കൊള്ളുന്നു. ഇന്ന് ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ എന്നുള്ള റിയാലിറ്റി ഉൾക്കൊണ്ടിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്യുന്നു, ഇനി ബാക്കി നാളെ ചെയ്യാം എന്നാണ് പറയുന്നത്. ടുഡേസ് ആക്ഷൻസ് ആർ ടുമോറോസ് റിസൾട്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെ? അപ്പം ഇതാണ് ഈഗോ പാർട്ടിന്റെ പ്രത്യേകത. അടുത്തതാണ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്, അല്ലെ? സൂപ്പർ ഈഗോയുടെ നമ്മൾ ഫസ്റ്റ് കാണിച്ച പിക്ചർ ഒരു ഏഞ്ചലിന്റെ പിക്ചർ ആയിരുന്നു, അല്ലെ? അപ്പം ഈ ഒരു പാർട്ട്, നമ്മുടെ ഈ പേഴ്സണാലിറ്റിയുടെ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവലാണ്, അല്ലെ? എന്ന് പറയുമ്പോൾ മൊറാലിറ്റിയെ ഒക്കെ ഒരു മൊറാലിറ്റിയെ അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിൾസിനെയൊക്കെ ബേസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ നമ്മളെ ഇഡ് എന്ന് പറയുന്ന പ്രിമിറ്റീവ് ആയിട്ടുള്ള ബാലിശമായിട്ടുള്ള ആ ഒരു പേഴ്സണാലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു പാർട്ട്. നമ്മുടെ സൂപ്പർ ഈഗോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മോറൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടായതുകൊണ്ട് ഇത് എപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇഡ് എന്ന് പറയുന്ന ബിഹേവിയറിനെ, അല്ലെങ്കിൽ ഇഡ് എന്ന് പറയുന്ന സൈക്കിന്റെ പാർട്ടിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? If humans acted only based on receiving instant gratification and immediate pleasure, we would all be in a whole lot of trouble, അല്ലെ? എപ്പോഴും നമ്മൾ ഇഡ് എന്ന് പറയുന്ന ഒരു ബിഹേവിയർ പോലെ എല്ലാത്തിന്റെയും പുറകെ നമ്മൾ എപ്പോഴും ഇൻസ്റ്റന്റ് ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്ലഷർ വേണം എന്ന് പറഞ്ഞു പോയാൽ ലൈഫ് വളരെയധികം ട്രബിൾ ആയിരിക്കും, അല്ലെ? അപ്പം നമ്മുടെ സൂപ്പർ ഈഗോ ആണ് ഇവിടേക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സൂപ്പർ ഈഗോ അൺകോൺഷ്യസ്ലി ആൻഡ് കോൺഷ്യസ്ലി ആക്ട്സ് ടു ഫോളോ ദ റൂൾസ് ഓഫ് സൊസൈറ്റി ആൻഡ് കീപ് ദ ഇഡ് ഫ്രം കോസിങ് സീരിയസ് ഡാമേജ്, അല്ലെ? നമുക്ക് ഒരു ഒരു ഇഷ്യൂ ഉണ്ടായി, അല്ലെ? അപ്പം ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടായി, അല്ലെ? നമ്മൾ അപ്പൊ നമുക്ക് വേണമെങ്കിൽ പല വഴികളുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ നമ്മൾ ദേഷ്യം വന്നിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം ഡാമേജ് ആക്കണം, എല്ലാം അടിച്ച് തകർക്കുന്നു. അങ്ങനെ ഒരു വയലന്റ് ബിഹേവിയർ കാണിക്കുന്നത് നമ്മളെ ഇഡ് എന്ന് പറയുന്ന പാർട്ടാണ്, അല്ലെങ്കിൽ കുട്ടിത്തമായ ബാലിശമായ സ്വഭാവമാണ് ഇഡ്, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചിന്തിക്കാം? നമ്മള് ഈഗോയാണെങ്കിൽ, നമ്മൾ ഈഗോയാണ് അവിടെ വർക്ക് ആവുന്നെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? ഇപ്പം ഇതൊരു വഴക്കുണ്ടാക്കാനുള്ള സിറ്റുവേഷൻ അല്ല, അല്ലെ? ഇപ്പം വഴക്കിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവിടെ സൈലന്റ് ആയിട്ടിരിക്കുന്നു, അല്ലെ? നമ്മളെ സൂപ്പർ ഈഗോ ആണെങ്കിൽ എന്താണ് ചെയ്യാ? നമ്മൾ സൂപ്പർ ഈഗോ ആണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ എന്തിനാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അല്ലെ? അപ്പം എന്താണ് ഇതിനൊരു സൊല്യൂഷൻ, അല്ലെ? എങ്ങനെ ഈ പ്രശ്നങ്ങളെ, ഈ ഡാമേജുകളെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം, അല്ലെ? എന്നുള്ളൊരു കുറച്ചുകൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള മോറൽ ആയിട്ടുള്ള വശത്തിനെ കുറിച്ച് അവിടെ ചിന്തിക്കുന്നു, അല്ലെ? അപ്പൊ അവിടെ ഒരു അതിനെ ഒരു കുറച്ചും കൂടെ മൊറാലിറ്റി ഒരു ഹയർ ലെവലിൽ എങ്ങനെ ചിന്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളെ ആ ഒരു സ്വഭാവം അവിടെ കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ എക്സസൈസിന്റെ കാര്യത്തിൽ എക്സാമ്പിളിലോട്ട് പോയാൽ ഐ ഷുഡ് നോട്ട് സ്കിപ്പ് ദ വർക്ക്ഔട്ട് ബിക്കോസ് ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ മൈ ഹെൽത്ത് ആൻഡ് ഡിസിപ്ലിൻ, അല്ലെ? നേരത്തെ എന്താ പറഞ്ഞത്? ഇന്ന് കുറച്ച് വർക്ക്ഔട്ട് ചെയ്യാം, നാളെ കുറച്ച് ലോങ്ങർ ആയിട്ട് ചെയ്യാം. അതാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ. പക്ഷെ അക്കോർഡിംഗ് ടു നമ്മളെ മൊറാലിറ്റി അവരെന്താ ചിന്തിക്കുന്നത്? ഈ എക്സസൈസ് ശരിക്കും
സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മളെ ഹെൽത്തിനും ഡിസിപ്ലിനും അത്യാവശ്യമാണ് എന്ന് ചിന്തിക്കുന്നു. യുവർ ഹെൽത്ത് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് നോട്ട് ആൻ എക്സ്പെൻസ് അല്ലെ. ഈ ഒരു ചിന്ത എപ്പോഴാണ് വരുന്നത്? നമ്മളെ സൂപ്പർ ഈഗോ വർക്ക് ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പൊ ഇതാണ് നമ്മളെ പേഴ്സണാലിറ്റിയുടെ 3 തരങ്ങൾ. അപ്പൊ നമ്മൾ ഒരു ഡാമേജ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഒരു ബാലിശമായ കുട്ടിത്തമായ സ്വഭാവത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് ഇട്ടിനെ കാണിക്കുന്നു. വയലൻസ്, അഗ്രഷൻ, പ്ലഷർ, അതുപോലെ തന്നെ നമ്മളെ ഓവർ ആയിട്ടുള്ള ഡിസയർ അല്ലെ. ഈഗോ എന്ന് പറയുമ്പോൾ റിയാലിറ്റിയെ അംഗീകരിച്ച് മനസ്സിലാക്കി നമ്മൾ സിറ്റുവേഷനിൽ മുന്നോട്ട് പോകും അല്ലെ. മൊറാലിറ്റി ആവുമ്പോൾ അവിടെ എന്താണ്, അതിനൊരു സൊല്യൂഷൻ എന്താണ്, എങ്ങനെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റ് ആക്കാം അല്ലെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൂപ്പർ ഈഗോയിൽ വരുന്നത്. അപ്പൊ ഇതാണ് ഇട്ട് ഈഗോ, സൂപ്പർ ഈഗോ. അതുകൂടാതെ ഫ്രൂയിഡ്സിന്റെ സൈക്കോ അനലിറ്റിക് തിയറിയിൽ 3 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. കോൺഷ്യസ്, പ്രികോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. കോൺഷ്യസ് എന്ന് പറയുമ്പോൾ വാട്ട് വി ആർ തിങ്കിങ് അബൌട്ട് ഓർ എക്സ്പീരിയൻസിങ് അറ്റ് എനി ഗിവൺ മൊമെന്റ്. നമ്മൾ ഒരു ഗിവൺ മൊമെന്റിൽ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കോൺഷ്യസ്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു, അപ്പൊ നിങ്ങൾ എന്താണ് ഈ ക്ലാസ്സിനെ കുറിച്ച് ആലോചിക്കുന്നു, ഈ ക്ലാസ്സിൽ വരുന്ന സ്ലൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ ഇപ്പോൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നു. അത് നിങ്ങൾ കോൺഷ്യസ് മൈൻഡാണ്, നിങ്ങൾ കോൺഷ്യസ് മൈൻഡാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, കോൺഷ്യസ് ആണ് നിങ്ങൾ. പ്രികോൺഷ്യസ് എന്ന് പറയുമ്പോൾ വാട്ട് വി ക്യാൻ റെഡ്ലി കോൾ ടു കോൺഷ്യസ്നെസ് അല്ലെ, നമ്മളെ മെമ്മറീസ്, നോളജ്, ഇതെല്ലാമാണ് പ്രീ കോൺഷ്യസ് എന്ന് പറയുന്നത്. അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ തോട്ട്സ്, ഡിസയേഴ്സ് ആൻഡ് ഇമ്പൾസസ് ഓഫ് വിച്ച് വി ആർ നോട്ട് അവെയർ. ദിസ് ഈസ് ദ ലാർജസ്റ്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. നമ്മളെ കോൺഷ്യസിന്റെ ഏറ്റവും ഹൈ ലെവലാണ് അൺകോൺഷ്യസ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. നമ്മളെ തോട്ട്സ്, ഡിസയേഴ്സ്, ഇമ്പൾസസ് അല്ലെ, നമുക്കറിയാത്ത നമ്മളെ തോട്ട്സും ഇമ്പൾസസും ഡിസയേഴ്സും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ലാർജസ്റ്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്ലൈന്റ് അസ്യൂംസ് എ ന്യൂ ഐഡന്റിറ്റി ഇൻ എ ന്യൂ എൻവയോൺമെന്റ് ആൻഡ് വാണ്ടറിങ് അവേ ഫ്രം ഹോം. ഇതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓപ്ഷൻ എ ഡിസോസിയേറ്റീവ് ഫ്യൂഗ്, ഓപ്ഷൻ ബി മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഓപ്ഷൻ സി ഡിസോസിയേറ്റീവ് ഡിസോർഡർ, ഓപ്ഷൻ ഡി ഡിസോസിയേറ്റീവ് അംനീഷ്യ. ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അസ്യൂംസ് എ ന്യൂ ഐഡന്റിറ്റി, ഒരു പുതിയ വ്യക്തിത്വത്തിലേക്ക് മാറുന്നു. ഇൻ എ ന്യൂ എൻവയോൺമെന്റ് ആൻഡ് വാണ്ടറിങ് അവേ ഫ്രം ഹോം. ഒരാൾ അവരുടെ ഹോമിൽ നിന്ന് അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സെറ്റിംഗ് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് എസ്കേപ്പ് ആവുന്നു അല്ലെ. അവിടുന്ന് പുതിയൊരു ഐഡന്റിറ്റി, പുതിയൊരു വ്യക്തിത്വത്തിലോട്ട് മാറുന്നു, പുതിയൊരു എൻവയോൺമെന്റിൽ അവർ ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് മനസ്സിലായത്. അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസോസിയേറ്റീവ് ഡിസോർഡറിന് ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിസോസിയേറ്റീവ് ഫ്യൂഗ് ആണ്. ഡിസോസിയേറ്റീവ് ഫ്യൂഗ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ മൂവ്സ് അവേ ഫ്രം ഹോം, ട്രാവൽ ടു എ ന്യൂ ലൊക്കേഷൻ. വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർ ഫെമിലിയർ ആയിട്ടുള്ള സെറ്റിംഗിൽ നിന്ന് അവർ ദൂരെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലോട്ട് പോകുന്നു, ട്രാവൽ ചെയ്യുന്നു അല്ലെ. വീട്ടിൽ നിന്ന് പുറത്തോട്ട് എവിടേക്കെങ്കിലും പോകുന്നു, ദൂരെ ഒരു സ്ഥലത്തോട്ട് പോകുന്നു. അസ്യൂംസ് എ ന്യൂ ഐഡന്റിറ്റി അല്ലെ, പുതിയൊരു വ്യക്തിത്വത്തിലോട്ട് അവർ മാറുന്നു. അംനീഷ്യ ഓഫ് പ്രീവിയസ് ഐഡന്റിറ്റി, അവരെ മുന്നേ ഉള്ള ജീവിതത്തിനെ കുറിച്ചൊന്നും അവർക്ക് യാതൊരു ഓർമ്മയുണ്ടാവില്ല, അല്ലെങ്കിൽ മുന്നേ ആരായിരുന്നു, എന്തായിരുന്നു, അവരുടെ എഡ്യൂക്കേഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ അവർ ആരായിരുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും തന്നെ അവർക്ക് അറിയില്ല അല്ലെ. അംനീഷ്യ, ലോസ് ഓഫ് മെമ്മറി ഉണ്ടായിരിക്കുന്നു. ദേ ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഫെമിലിയർ ആയിട്ടുള്ള സെറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ എവിടേക്കെങ്കിലും ഒക്കെ ഓടിപ്പോയിട്ട് അവിടെ പുതിയൊരു വ്യക്തിയായിട്ട് ജീവിക്കുന്നു, പുതിയൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നു. പഴയ കാര്യത്തിനെ കുറിച്ചൊന്നും അവർക്ക് ഓർമ്മയില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിസോസിയേറ്റീവ് ഡിസോർഡറിനെ പറയുന്ന പേരാണ് ഡിസോസിയേറ്റീവ് ഫ്യൂഗ്. അടുത്തതാണ് ഡിസോസിയേറ്റീവ് അംനീഷ്യ. ഡിസോസിയേറ്റീവ് അംനീഷ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിൽ കാണുന്നത് സഡൻ ലോസ് ഓഫ് മെമ്മറി. മെമ്മറി നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെ, ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്നു. അവരെ എല്ലാ പേഴ്സണൽ ഐഡന്റിഫൈയിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അവർ മറന്നു പോകുന്നു ആഫ്റ്റർ എ സ്ട്രെസ്ഫുൾ ഇവന്റ് അല്ലെ. ലൈഫിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവന്റ് സംഭവിച്ചതിന് ശേഷം അവരെ കുറിച്ച് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം മറന്നു പോകുന്നു. സഡൻ ലോസ് ഓഫ് മെമ്മറി, കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസോസിയേറ്റീവ് ഡിസോർഡർ ആണ് ഡിസോസിയേറ്റീവ് അംനീഷ്യ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ഒരു റയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ഇതിലെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ എക്സിബിറ്റ്സ് 2 or more distinct and alternating personalities, also called multiple personality disorder.
മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് കൂടെ നമ്മൾ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡറിനെ പറയാറുണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. ഇപ്പൊ അധികം യൂസ് ചെയ്യുന്നില്ല. ഇതൊരു റെയർ കണ്ടീഷൻ ആണ്. ഇതിൽ ഒരാൾക്ക് കുറഞ്ഞത് ഒരു 2 ടൈപ്പ് പേഴ്സണാലിറ്റി എങ്കിലും അവർ വ്യത്യസ്തമായ ടൈമുകളിൽ അവർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ 2 പേഴ്സണാലിറ്റി വ്യത്യസ്തമായ രണ്ടോ അതിൽ കൂടുതലോ പേഴ്സണാലിറ്റീസ് അവർക്ക് കാണും. അതായത് ഓരോ സമയത്ത് ഓരോ പേഴ്സണാലിറ്റീസ് ആയിരിക്കും അവർ കാണിക്കുന്നത്. പക്ഷെ ഓരോ പേഴ്സണാലിറ്റിയെയും കുറിച്ചിട്ട് അവർക്ക് ഓർമ്മയില്ല. മെമ്മറി ഗ്യാപ്സ് ഈസ് ഓൾസോ ദർ അല്ലെ. അപ്പൊ 2 വ്യക്തിത്വങ്ങളും അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് അറിയില്ല അവർക്ക് രണ്ടോ അതിലധികമോ വ്യക്തിത്വങ്ങൾ ഉള്ളതിനെ കുറിച്ച് അവർക്ക് അറിയില്ല. അപ്പൊ ആ സമയത്തുള്ള അവരുടെ സംസാര രീതി, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, എല്ലാ കാര്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ആ 2 പേഴ്സണാലിറ്റിയെയും അവർക്ക് ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളത് അവർ അറിയുന്നില്ല. അവർക്ക് അതിനെ കുറിച്ചൊരു മെമ്മറി ഇല്ല. അടുത്തതാണ് ഡീപേഴ്സണലൈസേഷൻ ഓർ ഡീറിയലൈസേഷൻ. ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുമ്പം they are disconnecting from their surroundings അല്ലെ. ഡീപേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ ഡീറിയലൈസേഷൻ എന്ന് പറയുമ്പോൾ അവർ റിയാലിറ്റിയിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആണ് അല്ലെ. അവർക്ക് ചുറ്റുമുള്ള ലോകത്തിനെ കുറിച്ച് അവർ കോൺഷ്യസ് അല്ല. ആൻഡ് റിക്കറന്റ് ഫീലിങ്സ് ഓഫ് ബീങ് ഡിറ്റാച്ച്ഡ് ഫ്രം വൺ സറൗണ്ടിങ്. അവരവരെ സറൗണ്ടിങ്സ് നിന്ന് ചുറ്റുപാടിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആയി വേർപെട്ട് പോയ പോലത്തെ ഒരു ഫീലിങ്സ് ആണ് അവരിൽ കാണാറുള്ളത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവരെ തന്നെ സ്വപ്നം കാണുന്നത് പോലെയൊക്കെ അവർക്ക് തോന്നും. എന്ന് പറയുമ്പം അവര് ജീവിക്കുന്ന കാര്യങ്ങൾ, അവരെ ചുറ്റുപാടുകളെല്ലാം പുറത്തു നിന്ന് കാണുന്നത് പോലെ അവർക്ക് തോന്നാറുണ്ട്. ഡീറിയലൈസേഷൻ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ യു ആർ ഫ്ലോട്ടിംഗ് ഇൻ ദ എയർ അബവ് യുവർ സെൽഫ്, ദ സെൻസ് ദാറ്റ് യുവർ ബോഡി അപ്പിയർ ഡിസ്റ്റോർഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഇൻ ദ റൈറ്റ് ഷേപ്പ്. എന്ന് പറയുമ്പോൾ നമ്മൾ എയറിൽ നമ്മളിങ്ങനെ പൊങ്ങി പോകുന്ന പോലെ നമുക്ക് തോന്നുന്നു അല്ലെ. പക്ഷെ നമ്മൾ താഴെ തന്നെ ഉണ്ട്. ദ സെൻസ് ദാറ്റ് നമ്മളെ ബോഡി എങ്ങനെയാണ് ട്വിസ്റ്റ് ചെയ്ത് കിടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ബോഡി ഒന്നും ഒരു റൈറ്റ് ഷേപ്പിലല്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ. അത് ഡീപേഴ്സണലൈസേഷൻ ഡീറിയലൈസേഷൻ ഡിസോർഡറിലാണ് കാണുക. എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്വപ്നം കാണുന്നതായിട്ട് തോന്നും. ഏതാണ് ശരിക്കുള്ള നമ്മള്, അല്ലെങ്കിൽ ചുറ്റും നടക്കുന്നത് എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ നമുക്ക് നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തോന്നും അല്ലെ. പക്ഷേ അവിടെ നമ്മൾ സ്വപ്നം കാണുകയല്ല, നമ്മൾ അവിടെ നമുക്ക് ഡീപേഴ്സണലൈസേഷൻ ആൻഡ് ഡീറിയലൈസേഷൻ സംഭവിക്കുകയാണ്. നമ്മുടെ ചുറ്റുള്ള സറൗണ്ടിങ്സ് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയതുപോലെ തോന്നുന്നു. നമ്മൾ നമ്മളെ തന്നെ നോക്കി കാണുന്ന പോലെ തോന്നുന്നു. നമുക്ക് അവിടെ ഒരു ഡിസ്കണക്ഷൻ വരുന്നു റിയാലിറ്റി ആയിട്ട് അല്ലെ, യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അവിടെ ഡിസ്കണക്ട് ചെയ്ത് പോകുന്നു അല്ലെ. അപ്പൊ ഇത് നമ്മൾ പ്രൊഫഷണൽ ലൈഫിലും നമ്മളെ റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഡീപേഴ്സണലൈസേഷൻ ആൻഡ് ഡീറിയലൈസേഷൻ. നമ്മളെ പേഴ്സണാലിറ്റി തന്നെ മാറിപ്പോകുന്നു. നമ്മളെ പേഴ്സണാലിറ്റിയിൽ നമ്മൾ ഡിറ്റാച്ച്ഡ് ആവുന്നു, നമ്മളെ റിയാലിറ്റിയിൽ നമ്മൾ ഡിറ്റാച്ച്ഡ് ആവുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an example of maturational crisis is retirement, earthquake, road traffic accident and financial issues. The right answer is option A, retirement. അപ്പൊ നമുക്ക് ടൈപ്പ് ഓഫ് ക്രൈസിസ് നോക്കാം. അപ്പൊ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ കേരള PSC സെൻട്രൽ ഗവൺമെന്റിലൊക്കെ വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ക്രൈസിസ്. അപ്പൊ മെച്ചുറേഷണൽ ക്രൈസിസിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും, ഡെവലപ്മെന്റൽ ക്രൈസിസ്. അപ്പൊ മെയിൻ ആയിട്ട് മെച്ചുറേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ക്രൈസിസിന്റെ അകത്ത് വരുന്ന ക്രൈസിസുകളിൽ അഡോളസെൻസ്, മാരേജ്, അതുപോലെ തന്നെ പാരന്റ്ഹുഡ്, ഇതെല്ലാം മെച്ചുറേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ക്രൈസിസിൽ വരുന്നതാണ്. പാരന്റ്ഹുഡിൽ വരുന്ന പ്രശ്നങ്ങൾ, മാരേജ് അല്ലെ, അതുപോലെ തന്നെ അഡോളസെൻസ്, ആ സമയത്തൊക്കെ ഉണ്ടാവുന്ന ക്രൈസിസുകൾ കാര്യങ്ങളെല്ലാം മെച്ചുറേഷണൽ ക്രൈസിസിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ക്രൈസിസ്. ഇതൊക്കെ നമ്മളെ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജിനെ അല്ലെങ്കിൽ നമ്മളെ മെച്ചുറേഷണൽ സ്റ്റേജിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പം അങ്ങനെയുള്ള ക്രൈസിസുകളാണ് മെച്ചുറേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ക്രൈസിസ്. അടുത്തതാണ് സിറ്റുവേഷണൽ ക്രൈസിസ്. അതിൽ വരുന്നതാണ് ലോസ് ഓഫ് ജോബ്, നമുക്ക് ജോലി നഷ്ടപ്പെടുന്നത്, ലോസ് ഓഫ് ലവ്ഡ് വൺസ് അല്ലെ, നമ്മളെ ലവ്ഡ് വൺസിന് ആർക്കെങ്കിലും ഒരു നഷ്ടം വരുന്നത്, അവർക്ക് എന്തെങ്കിലും ഇൻജോയ് പറ്റുന്നു, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകുന്നു, ഡൈവോഴ്സ്ഡ് ആവുന്നു, സെപ്പറേറ്റഡ് ആവുന്നു അല്ലെ. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സിറ്റുവേഷണൽ ക്രൈസിസിലാണ് വരുന്നത്. അടുത്തതാണ് അഡ്വന്റീഷ്യസ് ക്രൈസിസ്. ഈ അഡ്വന്റീഷ്യസ് ക്രൈസിസിനെ നമ്മൾ സോഷ്യൽ ക്രൈസിസ് എന്നും കൂടെ പറയും. ഇപ്പൊ ഒരു മാസ് ഡിസാസ്റ്റർ ഉണ്ടായി അല്ലെ, ഒരു ദുരന്തം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഫയർ ഉണ്ടായി അല്ലെ, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് ഉണ്ടായി, ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, ഇതെല്ലാം അഡ്വന്റീഷ്യസ് ക്രൈസിസ് അല്ലെങ്കിൽ സോഷ്യൽ ക്രൈസിസിലാണ് വരുന്നത്.
ഒരു ക്രൈം അല്ലെ, ഒരു അപകടം, ഒരു ക്രൈം നടന്നു, ഒരു കുറ്റകൃത്യം നടന്നു, ഒരു റേപ്പ് നടന്നു. അപ്പൊ ഇതെല്ലാം വരുന്നത് സോഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ അഡ്വെന്റീഷ്യസ് ക്രൈസിസിലാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രോമാറ്റിക് ഇവന്റ്സും കൂടെ നമുക്ക് അഡ്വെന്റീഷ്യസ് ക്രൈസിസിൽ പെടുത്താൻ പറ്റും. ഇപ്പൊ ക്രൈം, ഒരു റേപ്പ് നടന്നു, ഒരു ഡെത്ത് നടന്നു, ഒരു ഫയർ, ഫ്ലഡ് അല്ലെ, സുനാമി അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ്, ഇതെല്ലാം അഡ്വെന്റീഷ്യസ് ക്രൈസിസ് അല്ലെങ്കിൽ നമ്മളിതിനെ സോഷ്യൽ ക്രൈസിസിലാണ് പറയാറുള്ളത്. ട്രോമാറ്റിക് ഇവന്റ് വരുന്നതും അഡ്വെന്റീഷ്യസ് ക്രൈസിസിലാണ്. A type of crisis which may result from a natural disaster. Option A, natural crisis. B, maturational crisis. C, situational crisis. D, adventitious crisis. ഇത് അഡ്വെന്റീഷ്യസ് ക്രൈസിസ് ആണ്. അഡ്വെന്റീഷ്യസ് ക്രൈസിസ് ആണ്. എന്താണ് റൈറ്റ് ആൻസർ? നമ്മൾ പറഞ്ഞു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുന്നത് അഡ്വെന്റീഷ്യസ് ക്രൈസിസ് അല്ലെങ്കിൽ സോഷ്യൽ ക്രൈസിസിലാണെന്നാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റേപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് adventitious crisis, social crisis, maturational or natural crisis. അഡ്വെന്റീഷ്യസ് ക്രൈസിസ് അല്ലെങ്കിൽ സോഷ്യൽ ക്രൈസിസിലാണ് പെടുക ഈ ഒരു റേപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഓപ്ഷൻ്റെ അകത്ത് ശരിക്കും നമ്മൾ ഓപ്ഷനിൽ രണ്ട് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതായത് അഡ്വെന്റീഷ്യസ് ക്രൈസിസും കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ ക്രൈസിസും കൊടുത്തിട്ടുണ്ട്. രണ്ടും ശരിയാണ്. മർഡർ, റേപ്പ്, അസോൾട്ട് ആൻഡ് ആക്സിഡൻറ്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് അഡ്വെന്റീഷ്യസ് ക്രൈസിസ് ഓർ സോഷ്യൽ ക്രൈസിസ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഫൗണ്ട് ബൈ Pavlov, Skinner, Sigmund Freud, Maxwell, John. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവാൻ പാവ്ലോവ് ആണ്. ഇവാൻ പാവ്ലോവ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്നത്. BF സ്കിന്നറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒപ്പറന്റ് കണ്ടീഷനിങ് ആണ്. മാക്സ്വെൽ ജോൺസ് ആണ് മില്യൂ തെറാപ്പി അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത്. മാക്സ്വെൽ ജോൺസ് ആണ്. 1953 അദ്ദേഹം ആദ്യമായിട്ട് തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മില്യൂ തെറാപ്പിയെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അദ്ദേഹം എഴുതിയൊരു ബുക്കിന്റെ പേരാണ് സോഷ്യൽ സൈക്യാട്രി. ഈ സോഷ്യൽ സൈക്യാട്രി എന്നുള്ള ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ബുക്ക് രണ്ടാമത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ ഒരു ബുക്കിന്റെ പേര് മാറ്റിയിട്ട് അദ്ദേഹം അതിന് തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി എന്നുള്ള പേരാണ് കൊടുത്തത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സൈക്കോ സെക്ഷുവൽ തിയറി, സൈക്കോ അനാലിസിസ് തിയറി, അതുപോലെ തന്നെ ലെവൽ ഓഫ് മൈൻഡ്, അൺകോൺഷ്യസ്, കോൺഷ്യസ്, സെമി കോൺഷ്യസ്, അതുപോലെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ അല്ലെ, അതിനെ കുറിച്ചും പറഞ്ഞത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. Next question is, a client with an alcohol problem starts to talk to a nurse about wanting a drink. Which condition explains client's condition? ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഈ ഡി ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം ആൽക്കഹോൾ പ്രോബ്ലം ഉള്ള ഒരു ക്ലയന്റ്, ഒരു പേഷ്യന്റ് നഴ്സിനോട് പറയാണ് അദ്ദേഹത്തിന് ഒരു ഡ്രിങ്ക് വേണം അല്ലെ. അപ്പൊ അത് ക്രേവിംഗ് ആണോ, പൊട്ടൻഷിയേഷൻ ആണോ, ആബ്സ്റ്റിനൻസ് ആണോ, ടോളറൻസ് ആണോ? എന്താണ് ആ കണ്ടീഷൻ? നമ്മളതിന് ക്രേവിംഗ് എന്നാണ് പറയാം. ആൻസർ ഓപ്ഷൻ എ ആണ്, ക്രേവിംഗ് ആണ്.